രേണു സുധിക്ക് ക്യാൻസർ. ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ പലയിടത്തെയും ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. ശരിക്കും ഈ വാർത്ത സത്യമാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഷെഫീന ബീവി എന്ന് പറഞ്ഞ യൂട്യൂബറാണ് ഈ വാർത്ത പുറത്തു വിടുന്നത്. അവരോട് ഏതൊരു യുവതി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഷെഫീന ബീവി ഈ സംഭവം പുറത്തു വിടുന്നത്. സംഭവം ഈ യുവതിയുടെ സിസ്റ്റർ കരുമലുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ നേഴ്സ് എങ്ങാനുമാണ്. അങ്ങനെ അവര് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഒരു ദിവസം ആ ഹോസ്പിറ്റലിൽ രേണു സുധിയെ കാണുന്നത്. അന്വേഷിച്ച് നോക്കിയപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ആ സ്കാനിങ്ങിനൊടുവിൽ രേണു സുധിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട യുവതി സംസാരിച്ച വോയിസ് ക്ലിപ്പ് ഷെഫീന പുറത്തു വിടുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. എന്താണ് കരിമലയില ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന കരിമല ഹോസ്പിറ്റലില്ലേ, മറ്റേ ഇത് പോയല്ലോ, കരിമല ഹോസ്പിറ്റലില്ലേ, കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇതാണ് ഷെഫീന ബീവി പുറത്തുവിട്ട വോയിസ് എന്ന് പറയുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലേ, കരുമലുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് രേണു സുധിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തെന്നുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണു സുധി ദുബായിൽ ചെന്ന് ജാസിക ചെയ്ത പോലെ ഈ മാറിടത്ത് സിലിക്കോൺ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സർജറി ചെയ്യാൻ പോയതാണ്. രേണു സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയതല്ലേ. അപ്പൊ അത്യാവശ്യം മാറിടുണ്ടെങ്കിലല്ലേ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് പിടിക്കാൻ പറ്റത്തുള്ളൂ, അതോ ക്യാഷ് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മാറിടം വികസിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരി ദുബായിലേക്ക് സർജറിക്ക് വേണ്ടി പോയത്. എന്തായാലും അങ്ങനെ സർജറിക്ക് പോയ സമയത്ത് സർജറി ചെയ്യാൻ പോയ ഡോക്ടേഴ്സിന് ഒരു ഡൗട്ട് വന്നു. അങ്ങനെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നേരെ രേണു സുധി നാട്ടിൽ വന്നപ്പോൾ പെറ്റ് സ്കാൻ ചെയ്ത് നോക്കി, സംഭവം ക്യാൻസർ ഡിറ്റക്റ്റഡ് ആയി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നല്ല യൂട്യൂബർ ആയിട്ടുള്ള അതിൽ വ്ലോഗ്സ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടോക്കാം. രേണു സുധിക്ക് ക്യാൻസർ ആണ്. ഞാനിത് അറിഞ്ഞിട്ട് ഒരാഴ്ചക്ക് മേളിലെങ്ങാണ്ടായി. ഒരാഴ്ച കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഒരാഴ്ചക്ക് മേളിലായി ഇത് അറിഞ്ഞിട്ട്. ബ്രസ്റ്റിലാണ് ക്യാൻസർ. സത്യം പറഞ്ഞാൽ നമ്മളെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുതെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. പക്ഷെ രേണുവിന്റെ കാര്യത്തില് രേണു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചെക്ക് ചെയ്ത് അത് അറിയുകയൊക്കെ ചെയ്തു. അറിഞ്ഞിട്ടും വീണ്ടും ഈ പറയുന്ന അപരാധങ്ങളും അതും ഇതുമൊക്കെ തന്നെ കാണിച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. സീരിയസ്ലി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു കേസിൽ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ രേണുവുമായിട്ട് റിലേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു നിന്റെ അവസ്ഥ നിനക്കറിയാം, അത് അറിഞ്ഞു വെച്ചുകൊണ്ടും നീ ഇമാതിരി കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം നേരത്തെ അറിഞ്ഞത് കൊണ്ടാണ്. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരരുതെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ റീസൺ അത്രയും വലിയ കഷ്ടമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം സെക്കൻഡ് സ്റ്റേജ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന യാതനകളൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്ത് രക്ഷപ്പെടാനും സാധിക്കും. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കീമോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദുബായിൽ എങ്ങാണ്ട് വെച്ചിട്ട് ആണിത് സ്ഥിരീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിലിക്കോണിന്റെ പരിപാടി എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു തോന്നുന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ സംഭവം അറിയാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിൽ വ്ലോഗ്സ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ഞാൻ അതിൽ വ്ലോഗ്സിനെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത് രേണു സുധിന് ക്യാൻസർ ഉണ്ട് എന്നുള്ള കാര്യം. രേണു സുധിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് അതിൽ സംഭവം കൺഫേം ചെയ്തതെന്നാണ് പറയുന്നത്. ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷിച്ചപ്പോഴും സംഭവം ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സംഭവം ഏറെ കുറെ കൺഫേംഡ് ആണ്. അറിഞ്ഞിടത്തോളം ബ്രസ്റ്റ് ക്യാൻസർ ആണ്, സെക്കൻഡ് സ്റ്റേജ് ആണ്, ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു എന്ന് പറയാതെ വയ്യ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തുള്ള 25% സ്ത്രീകൾക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് 4-ൽ ഒരാൾക്ക്. അത്രയും കോമൺ ആയി കാണപ്പെടുന്ന ഒരു ക്യാൻസർ ആണ് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ തന്നെ ഏറ്റവും ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസറും കൂടിയാണ് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് സ്റ്റേജിലൊക്കെ നമുക്ക് ഈസിലി ക്യൂർ ചെയ്യാൻ പറ്റും. അറിയാലോ, ക്യാൻസറിന് 4 സ്റ്റേജുകളാണുള്ളത്. അതിൽ ഏത് സ്റ്റേജിൽ വെച്ചാണ് നമ്മൾ രോഗം തിരിച്ചറിയുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും വെച്ച് നമ്മൾ ക്യാൻസർ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാണെങ്കിൽ 50-50 പോലെയാണ്. കിട്ടി പോയാൽ പോയി അതുപോലെയാണ്. ഫോർത്ത് സ്റ്റേജിൽ എത്തിയാലോ ഇമ്പോസിബിൾ ആണ് തിരിച്ചു വരവെന്ന് പറയുന്നത്. പക്ഷെ അവിടെ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സ്റ്റേജിൽ തന്നെ സംഭവം ഡിറ്റക്ട് ആയി എന്നുള്ളതാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് രേണു സുധിക്ക് മാറിടത്ത് സിലിക്കോൺ വെച്ച് പിടിപ്പിക്കാൻ തോന്നിയതിനെ കൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒന്ന് ക്യാൻസർ ഉള്ള കാര്യം രേണു സുധി അറിയത്തേ ഇല്ലായിരുന്നു. എല്ലാം ഒരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ ഈസിലി ക്യൂറബിൾ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാമെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞാണെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ വന്നവർക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ. ഒടുക്കത്തെ പെയിൻ ആയിരിക്കും. നമുക്കൊന്ന് മര്യാദക്ക് ഉറങ്ങാൻ പോലും സാധിക്കത്തില്ല. ഒരാൾക്ക്
ക്യാൻസർ വന്നു കഴിഞ്ഞാണെങ്കിൽ ലിറ്ററലി ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും ആ മനുഷ്യൻ തളർന്നു പോകുന്നുള്ളതാണ്. കാരണം ചികിത്സക്കൊക്കെ ഭയങ്കര ചെലവാണ്. അത്യാവശ്യം ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ചികിത്സകൾ എടുത്താൽ ഇത് മാറി കിട്ടത്തുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാണെങ്കിൽ. അവിടെയാണ് രേണുസുതി ഞാൻ അനുഭവിക്കാൻ പോകുന്ന അടുത്ത സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടി ഇനി ആരും രേണുസുതിയെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുസുതിക്ക് മുമ്പ് ഒരിക്കൽ വീടെടുത്ത് കൊടുത്തവരെ നല്ലോണം രേണുസുതി വെറുപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചികിത്സാ സംബന്ധമായി രേണുസുതി ഇനി മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ആരും രേണുസുതിയെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു ഉറപ്പ് പോലും ഇനി രേണുസുതിക്ക് ഒരു മനുഷ്യക്കുഞ്ഞും സഹായമായിട്ട് നൽകൂല. അമ്മാതിരി വെറുപ്പിക്കലാണ് രേണുസുതി അടുത്ത കാലങ്ങളായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ രേണുസുതിക്ക് ഇനി പൈസക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാസം ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ തുണി അയച്ച് കാണിച്ചിട്ട് തന്നെ 60 ലക്ഷത്തോളം രൂപ രേണുസുതി സമ്പാദിക്കുന്നുണ്ട്. അതെന്നെ മതിയാകും ഈ ചികിത്സയ്ക്ക് ആയിട്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്. ഇതിപ്പോ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം രേണുസുതി ഇൻസ്റ്റാഗ്രാമിൽ തുണി അയച്ചിട്ടുണ്ടാക്കിയ പണം ഒന്നും രേണുസുതിക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോ ആ പണം മുഴുവനും ചികിത്സക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത് അല്ലെ. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇൻഡയറക്ട്ലി തനിക്ക് ക്യാൻസർ ആണെന്നുള്ള രീതിയിലുള്ള റെസ്പോൺസും രേണുസുതിയുടെ ഭാഗത്ത് നിന്നും വന്നു കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ രേണുസുതി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ കൊടുത്ത ക്യാപ്ഷൻ ഞാനൊന്ന് വായിച്ചുതരാം. ഐ ആം എ ഫൈറ്റർ, അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാകാത്തവർ മനസ്സിലാക്കും. ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു ഫോട്ടോ രേണുസുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ നിന്ന് പോകുമെന്ന് കണ്ടപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രേണുസുതി എന്താക്കി ക്യാപ്ഷൻ തിരുത്തി കേട്ടോ. ഒരു ലവ് ഇമോജിന്റെ ക്യാപ്ഷൻ ആക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞില്ല, അത് കൂടാതെ മൈക്കിൾ ജാക്സന്റെ ഒരു ഫോട്ടോ കൂടി രേണുസുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കൂടി സൈഡിൽ കൊടുക്കാം. അല്ലെ, ഈ സമയത്ത് മൈക്കിൾ ജാക്സന് ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ചരമവാർഷികം ഒന്നും ഇപ്പൊ നടക്കുന്നില്ലല്ലോ. മൈക്കിൾ ജാക്സണുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഇപ്പൊ നടക്കുന്നില്ല. അപ്പൊ ഒന്നുമല്ലാത്ത സമയത്ത് ഇപ്പൊ മൈക്കിൾ ജാക്സന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ, മൈക്കിൾ ജാക്സൺ മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൈക്കിൾ ജാക്സണിന് സ്കിൻ ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കിംവദന്തി പരന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഡൗട്ട് ഇല്ലാതില്ല. കഴിഞ്ഞില്ല, ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് രേണുസുതി ഒരു സ്റ്റോറിയും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സ്റ്റോറിയും കൂടി രേണുസുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ രേണുസുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകൾക്കെല്ലാം രേണുസുതി ഇൻഡയറക്ട്ലി യെസ് പറഞ്ഞ പോലെയാണല്ലോ കാര്യങ്ങൾ. എന്തായാലും ദൈവശക്തങ്ങളൊക്കെ പുള്ളിക്കാർ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികം. അതുവരെ ദൈവത്തിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ മതിമറന്ന് ജീവിച്ച പെണ്ണാണ്. ഇപ്പൊ അത് ദൈവശക്തങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നു. അത് പിന്നെ പണ്ടേ മനുഷ്യന്മാരങ്ങനെയാണല്ലോ. ഏത് ദൈവത്തെ വിളിക്കാത്തവനും തന്നിഷ്ടത്തോട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യരും ഒരു അസുഖം വരുന്ന സമയത്ത് ഇതേപോലെ ദൈവത്തിനെ വിളിക്കും. അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്തായാലും രേണുസുതിക്ക് ക്യാൻസർ ആണെന്നുള്ള വാർത്തകൾ ഏകദേശം കൺഫേം ആയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് രേണുസുതിക്ക് സുഖം പ്രാപിക്കട്ടെ. ക്യാൻസർ കാരണം കഷ്ടപ്പെടുന്ന ഒരവസ്ഥ രേണുസുതിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇത് അത്ര നല്ല സുഖമുള്ള പരിപാടി ഇല്ലല്ലോ. എന്തായാലും ഇതുവഴി ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് രേണുസുതിക്ക് ഉണ്ടാകട്ടെ. എല്ലാം മതി മറന്ന് കൂത്താടാനുള്ളതല്ലേ ജീവിതമെന്ന് ഇനിയെങ്കിലും രേണുസുതി ഇതിലൂടെ മനസ്സിലാക്കട്ടെ. അല്ലെ, ചില തിരിച്ചറിവുകളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത്. ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളിലൂടെ മാറി ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നിഷ്ടപ്രകാരം ജീവിതം അടിച്ചു പൊളിച്ച് കൂത്താടി ജീവിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ജീവിതം എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയി ജീവിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരാളായി മാറട്ടെ രേണുസുതി എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും രേണുസുതിക്ക് ഇതൊരു തിരിച്ചടിയാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ ഭയങ്കര ചില്ലാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ രേണുസുതി. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ രേണുസുതി ക്യാൻസർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ പുള്ളിക്കാരെ അപ്പുറത്ത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ലൈവ് ചെയ്യുകയായിരുന്നു കേട്ടോ. ഞാൻ ആ ലൈവ് വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് എന്താണ്, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടാകും. അവർക്ക് വേണ്ടി ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. സംഭവം മറ്റൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാം ആപ്പിലുള്ള ഒരു ഫീച്ചർ ആണത്. പൈസ കൊടുത്താൽ മാത്രമേ അതിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. റീസെന്റ് പല സ്ത്രീകളും ഇൻസ്റ്റാഗ്രാമിന്റെ ഈ ഫീച്ചർ വൻ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവർക്ക് തുണി അയച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വരുമാന മാർഗമായിട്ട് അതിനെ കാണുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് രേണുസുതിയും അതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. മാസം 60 ലക്ഷം റുപ്യക്കാണ് പുള്ളിക്കാർ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് രേണുസുതിന്റെ ലൈവ് ഒന്ന് കണ്ടോ. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇതിനകത്തുള്ളത്? എന്നെ ഇഷ്ടമുള്ളവരൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ല. ബെസ്റ്റ്. എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുന്നൊക്കെ അതെന്ത് വർത്താനാണ് ചേച്ചി? ചേച്ചി ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലല്ലേ വീഡിയോ ചെയ്തത്? പൈസ കൊടുത്ത് ചേച്ചിനെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ലേ വീഡിയോ കാണത്തുള്ളൂ. അവരെന്തായാലും ചേച്ചിനെ ഇഷ്ടപ്പെടാണ്ട് ഈ പൈസയും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ പിന്നെ ചേച്ചിനെ ഇഷ്ടമുള്ളവരായിരിക്കും ചേച്ചിന്റെ ലൈവ് കാണുന്നതും. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എന്റെ സബിലുള്ളവർക്ക്? ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എന്റെ സബ് ലീക്കാക്കാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട്. ആ എന്താ രേണുസുതി മാറിടത്തിലൊരു ഞെക്കല്? എല്ലാരും അത് കണ്ടല്ലോ അല്ലെ? ബാക്കി കണ്ടോക്കെ എന്തായാലും.
എന്നെ കണ്ടല്ലോ, എല്ലാരും രേണുസുതിന്റെ വയറ് കണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ പെണ്ണ് കാണിച്ചു കൂട്ടുന്നത്? മാരിടത്ത് ഞെക്കുന്നു, വയറ് പൊക്കി കാണിക്കുന്നു. പൈസ കൊടുത്ത് വീണ് കാണുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? എന്നാലും എങ്ങനെ സാധിക്കുന്നില്ലേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ? വല്ലാത്തൊരു പെണ്ണിന് ഇഷ്ടം. ബാക്കി പറഞ്ഞാട്ടെന്തായാലും ഉണ്ട്. ഇത് ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സോ അവൻ ഇപ്പൊ തന്നെ ഇത് എന്താ പറയാ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ആ പറഞ്ഞാൽ മനസ്സിലായോ? ചില 1-2 യൂട്യൂബേഴ്സ് പൈസ കൊടുത്ത് രേണുസുതിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത്? രേണുസുതി സബ്സ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരുത്തരാണ് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നത്. രേണുസുതി എപ്പോഴൊക്കെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് പോസ്റ്റ് ഇട്ടാലും അപ്പൊ ഈ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നതിന് അതെടുത്ത് കണ്ടന്റ് ആക്കും. ഇപ്പൊ കുറച്ച് കാര്യമായിട്ട് മനുവിന് അത് തന്നെയാണ് പരിപാടി. അവനെ കുറിച്ചാണ് ഇപ്പൊ രേണുസുതി മെൻഷൻ ചെയ്തേക്കുന്നത്. എന്നാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ രേണുസുതിന്റേത്. വന്ന് ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ ഇക്കിളിപ്പെടുത്തുന്ന വീഡിയോ പോലും രേണുസുതിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം രേണുസുതി സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇട്ടാ അപ്പൊ അത് ലീക്കായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇറങ്ങാണ്. എന്ത് ചെയ്യാൻ പറ്റൂലേ? മര്യാദയ്ക്ക് ഒന്ന് തുണി പൊക്കി പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രേണുസുതിക്ക്. രേണുസുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അങ്ങോട്ട് രേണുസുതിക്ക് തന്റെ സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പെടാപ്പാട് പെടേണ്ടി വരും. കാരണം തുണി പൊക്കിയ തൊട്ടടുത്ത നിമിഷം യൂട്യൂബിൽ സാധനം ഇറങ്ങും. സാരില്ലേ, പോട്ടെ, ഇനിയിപ്പോ എന്ത് പറയാനാണ്? ബാക്കി പറഞ്ഞാലും ചെയ്യും. സോ അവൻ ഇപ്പൊ തന്നെ ഇത് ലൈവ് പോസ്റ്റ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ്, അവനൊക്കെ റീച്ച് മാത്രമാണ് അവന്റെ ലക്ഷ്യം. അതെ, രേണുസുതിക്ക് പിന്നെ റീച്ച് വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. 2 കാലിൽ മന്തുള്ള ആളാണ് 1 കാലിൽ മന്തുള്ളവനെ കളിയാക്കാൻ നടക്കുന്നത്. ബാക്കി പറഞ്ഞാലും എന്നാൽ വേറൊരാളുടെ ലൈവിൽ കയറിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഒരുപാട് ഗേൾസ് ലേഡീസ് ഉണ്ട്. എടാ ചുണയുണ്ടെങ്കിൽ മനു നാറിച്ചെറ്റേ, നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡീസിൻ്റെയോ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ആ ലൈവിൽ ചെന്നിട്ട് ലൈവ് എടുത്തിട്ട് നീ പുറത്ത് വിടണം. നീക്ക് വിവരം അറിയും. നടക്കത്തില്ല. രേണുസുതി എന്തായാലും രേണുസുതിക്ക് ദേഷ്യം വന്ന് അതിൽ വിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നടക്കട്ടെ എന്തായാലും ഇനി അങ്ങോട്ട് രേണുസുതിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിന്റെ എണ്ണം കുറച്ച് കൂടും കേട്ടോ. കാരണം ചികിത്സ ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ പിന്നെ ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്തിയാലല്ലേ കൂടുതൽ ചിക്കിളി തടയത്തുള്ളൂ. അത് കാരണം രേണുസുതി ഇനി ചെയ്യുന്ന വീഡിയോസ് കുറെ കൂടും മക്കളെ. ചിലപ്പോ ഇനി വയറ് കാണിക്കുന്നതും മാറിടം കാണിക്കുന്നതും ഒക്കെ ഒന്ന് കുറച്ച് കൂട്ടി കാണിച്ചെന്ന് വരും. അതൊക്കെ ചികിത്സയുടെ പണം സ്വരൂപിക്കാനുള്ള ഭാഗമായിട്ട് എല്ലാവരും കണ്ടാൽ മതി. ഇനി അങ്ങോട്ട് രേണുസുതിന്റെ വിളയാട്ടമായിരിക്കും മക്കളെ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെ ഒരു പെണ്ണിഷ്ട. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചു സുധി എന്തോ ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് രേണുസുതിയെ കുറിച്ച് ഏതോ ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട്. അന്നേരമല്ലേ കിച്ചുവിന്റെ മറുപടി നമുക്കൊന്ന് കേട്ടോ. നല്ല സൂപ്പർ ഒന്നും പറയില്ലേ. ചെക്കൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി അല്ലേ? എനിക്കൊന്നും പറയാനില്ല, ഞാൻ എന്ത് പറയാനാന്നുള്ള രീതിയിൽ. അതെന്തായാലും നന്നായി. രേണുസുതിനെ കുറിച്ച് എന്തെങ്കിലും ഓൺലൈൻ മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് മിണ്ടി കഴിഞ്ഞാണെങ്കിൽ അവരതെടുത്ത് വേറെ രീതിയിൽ വളച്ചൊടിച്ച് അവതരിപ്പിക്കും. അവസാനം അതിന് മറുപടി പറയാൻ നടക്കേണ്ടി വരും. അതിനും ഏതെങ്കിലും മിണ്ടാതെ ഒഴിഞ്ഞു മാറുന്നതാണ്. എന്തായാലും കിച്ചുവിന്റെ വീഡിയോക്ക് താഴെ ഒരുപാട് കമന്റുകൾ വന്ന് കേട്ടോ. എസ്പെഷ്യലി രേണുസുതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലും. അതിലൊരു കമന്റ് എന്ന് പറയുന്നത് രേണുവിന്റെ മകനായിട്ടുള്ള റിതപ്പനെ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്ക് കിച്ചു എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട് രേണുവിന്റെ കൺട്രോൾ പോയി മക്കളെ. അങ്ങനെ രേണു ആ കമന്റിനെതിരെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്തരാന്ന് കണ്ടോക്കാം. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എന്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നു. കൊല്ലം സുധിന്റെ മൂത്ത മകന് എന്ന് തൊട്ടാണ് അങ്ങനെ ആയത്? കുറച്ചു കാലം മുന്നേ അങ്ങനെ ഇല്ലായിരുന്നല്ലോ. എന്റെ മകനാണ്, എന്റെ സ്വന്തം മകനാണെന്ന് പറഞ്ഞു നടന്ന ആളായിരുന്നു. ഇപ്പം കൊല്ലം സുധിന്റെ മകനായോ? ബാക്കി പറഞ്ഞാലും മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിന്റെ കയ്യിൽ നിന്ന് ഋതു, അതായത് സുധിച്ചേട്ടന്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന് ബാഗ്, ഇപ്പൊ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കും. ആ മോളെ, നീ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഇനി അതിനായിട്ട് വേറെ ആരും പണ്ടത്തെ പോലെ ഒന്ന് സഹായിക്കുമെന്ന് നിന്നെ കരുതണ്ട. ഇനി നിന്നൊരു പട്ടിക്കുഞ്ഞു പോലും സഹായിക്കത്തില്ല, ഉള്ളത് പറയാലോ. കാരണം സഹായിച്ചവരൊക്കെ നീ വെറുപ്പിച്ച ചരിത്രമാണുള്ളത്. അതുകൊണ്ട് നീ ഇനി നാട്ടുകാരുടെ കാര്യം നിന്ന് ഒരു ഔദാര്യം പ്രതീക്ഷിക്കേണ്ട. നിന്റെ മക്കൾക്കുള്ളതും നിന്റെ ചികിത്സക്കുള്ളതും എല്ലാം നീ തന്നെ സ്വയം ഉണ്ടാക്കേണ്ടി വരും. അത് തുണ അയച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ബാക്കി പറഞ്ഞാലും പിന്നെ ഈ പറഞ്ഞോളന്മാർ ഒരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ. അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഞാനല്ല എന്റെ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം. വൃത്തിയായിട്ട് തന്നെ നോക്കണേ ചെയ്യണം. നോക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നീ എയറിലാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ആ റിതപ്പനും കൂടെ നിന്നെ തള്ളി പറയാൻ ബാക്കിയുള്ളൂ. അവരങ്ങനെ ചെയ്യാതെ നോക്കിക്കോ. അവരും കൂടെ അത് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നീ തീർന്ന്.
അതുകൊണ്ട് ആ കുട്ടീനെ മാനും മര്യാദക്ക് നോക്കിക്കോ. എനിവേ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് വശങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ രേണു സപ്പോർട്ടേഴ്സിന് പറയാനൊരു കാരണമായി അല്ലെ. രേണു സുധി നാളെ തുണി വെച്ചിട്ട് ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടേഴ്സിന് പറയാലോ, അവൾക്ക് ക്യാൻസർ ആണ്, അവൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, അവൾ എതിർക്കുന്നവന്മാർക്ക് ഒരു ഉറപ്പെങ്കിലും അവൾക്ക് കൊടുക്കാൻ പറ്റുമോ, അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ കുറെ എണ്ണം സപ്പോർട്ടിനായിട്ട് വരും. ഇനിയിപ്പോ രേണുവിനെ ന്യായീകരിക്കാൻ ഓരോരോ കാരണങ്ങളായില്ലേ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും രേണുവിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ, അത്രയും തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.